ഭക്തകുചേലൻ കൃഷ്ണന്റെ യഥാർത്ഥ സുഹൃത്ത്. പണ്ടുകാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ കുചേലൻ എന്നൊരു ദരിദ്ര ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു. പക്ഷേ അദ്ദേഹവും ഭാര്യയും കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പല ദിവസങ്ങളിലും അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, "നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായ കൃഷ്ണനെ കാണാൻ നിങ്ങൾ എന്തുകൊണ്ട് പോയിക്കൂടാ? അദ്ദേഹം ഇപ്പോൾ ദ്വാരകയിലെ രാജാവാണ്. തീർച്ചയായും അദ്ദേഹം നിങ്ങളെ സഹായിക്കും." കുചേലന് ലജ്ജ തോന്നി. "എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്കെങ്ങനെ എന്തെങ്കിലും ചോദിക്കുവാൻ കഴിയും?" പക്ഷേ ഒടുവിൽ അദ്ദേഹം പോകാൻ സമ്മതിച്ചു. വെറും കൈയോടെ പോകാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ചെറിയ അവൽപ്പൊതി കെട്ടിക്കൊടുത്തു. വീട്ടിലാകെ ഉണ്ടായിരുന്നത്. കുചേലൻ ദ്വാരകയിലെത്തിയപ്പോൾ കൊട്ടാരങ്ങളാൽ തിളങ്ങുന്ന സ്വർണ്ണ നഗരം അദ്ദേഹം കണ്ടു. എന്നാൽ ആ മഹത്വത്തിനിടയിൽ തൻ്റെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ കൃഷ്ണൻ നഗ്നപാതനായി ഓടി വന്നു. കൃഷ്ണൻ ആനന്ദ കണ്ണീരോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. കുചേലനെ തൻ്റെ സിംഹാസനത്തിലിരുത്തി. അദ്ദേഹത്തിന്റെ കാലുകൾ കഴുകി. നേരിട്ട് അദ്ദേഹത്തെ സേവിച്ചു. കുചേലൻ അവലിന്റെ ചെറിയ കെട്ട് ഒളിപ്പിച്ചു. നാണക്കേട് തോന്നി. പക്ഷേ കൃഷ്ണൻ അറിഞ്ഞു. സ്നേഹത്തോടെ അദ്ദേഹം അവൽ പൊതിയെടുത്ത് സന്തോഷത്തോടെ കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, "സുദാമ, ഇത് എൻ്റെ കൊട്ടാരത്തിലെ എല്ലാ ഭക്ഷണത്തെക്കാളും മധുരമുള്ളതാണ്. ഇത് ശുദ്ധമായ സ്നേഹത്തോടെയാണ് നീ എനിക്ക് നൽകുന്നത്." കുചേലൻ രാത്രി അവിടെ തങ്ങി. പക്ഷേ ഒരിക്കലും സമ്പത്ത് ചോദിച്ചില്ല. വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. തൻ്റെ പഴയ കുടിൽ ഒരു വലിയ വീടായി മാറിയിരിക്കുന്നു. കുടുംബം നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അവർക്ക് ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം ഉണ്ടായിരുന്നു. എന്നിട്ടും കുചേലൻ വിനയാനിതനായി തുടർന്നു. ഇത് കൃഷ്ണന്റെ കൃപയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹത്തിന്റെ അപേക്ഷയല്ല. കൂട്ടുകാരെ, ദൈവം സ്നേഹത്തിനും ഭക്തിക്കും വില കൽപ്പിക്കുന്നു, സമ്പത്തിനോ വഴിപാടിനോ അല്ല. ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും ചോദിക്കില്ല, പക്ഷേ ദൈവം ആവശ്യത്തിലധികം നൽകുന്നു.